എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഞാൻ സായിന. അതായത് വികാസ് ചേട്ടന്റെ ബ്രൈഡിന്റെ അനിയത്തിയായിരുന്നു ഒരു 2 കൊല്ലം മുമ്പ്. ഇപ്പൊ വികാസ് ചേട്ടന്റെ ബ്രൈഡായിട്ട് വന്നിരിക്കുകയാണ്. നാളെ ആബ്സെന്റ് ആണ്, കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ ലേറ്റ് കമറ. ഇത് ഞാൻ ആദ്യം വന്നിരിക്കുകയാണ്. എന്റെ ചേച്ചിയുടെ ചിലപ്പോ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കുറേ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് വികാസ് ചേട്ടന്റെ വൈറൽ ബ്രൈഡായിരുന്നു ഒരു സത്യഭാമ സോങ് ഇട്ടിട്ട്. അതിൽ ഞാനിങ്ങനെ കിണികിണി ആണിട്ട് വന്നിട്ടുണ്ട്. ഞാനാണ് ഞാൻ. അവസാനം 3 വർഷത്തിന് ശേഷം അല്ലേ ബ്രൈഡ് മെയ്ഡ് ഇപ്പം ബ്രൈഡായി. അന്നത്തെ ബ്രൈഡ് ഇന്ന് ബ്രൈഡ് മെയ്ഡ് ആവില്ലേ? ആക്ച്വലി സത്യത്തില് ഇവള് എന്റെ അടുത്ത് നാളത്തേക്കാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പൊ എനിക്ക് അമ്മയുടെ ഒറ്റക്കാലം നിൽക്കായിരുന്നു മാരേജിന് വിളിക്കേണ്ടത്. അതാണ് അതിന്റെ ഇതെന്ന് പറഞ്ഞിട്ട് വിളിച്ച്. അതെ, എനിക്ക് അപ്പൊ അവളൊരു വലിയ ഫംഗ്ഷനാ. ശരിക്കും എന്ത് വലിയ ഫംഗ്ഷൻ ആണെങ്കിലും കല്യാണമാണല്ലോ. മലയാളി തമിഴ? പക്ഷെ മലയാളം അറിയും. ഡോക്ടർ തന്നെ? അല്ലല്ല, ആളെ എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പൊ എല്ലാ ഡോക്ടേഴ്സും എഞ്ചിനീയറിംഗ് കിട്ടുന്നുണ്ട്. ഈ അടുത്ത് കുറെ ഡോക്ടർ പെമ്പിള്ളേർ എഞ്ചിനീയേഴ്സ്. മറ്റേത് കുറെ ഡോക്ടർ ആയിരുന്നേ. ഇപ്പൊ നമ്മുടെ ഫോക്കസിന് വേണ്ടിട്ട് കുറെ പേര് തളർത്താൻ ശ്രമിച്ചിട്ട് ആത്മവിശ്വാസം ആ സംഭവത്തിന് വേണ്ടിട്ട് ഭയങ്കര ഇഷ്ടായി. ആ ലെങ്സും കൂടെ വന്നപ്പോഴല്ലേ ഞാൻ അല്ല ഞാനായിട്ട് നമസ്കാരം.
2 വർഷം മുമ്പ് ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും അപൂർവങ്ങളായ പച്ചമരുന്നിന്റെ കലവറ തന്നെ സൂക്ഷിക്കുന്ന അതിന്റെ രേഖയായിട്ട് തലമുറകളായിട്ട് കൈമാറി വന്ന ഒരു ഫാമിലിയാണ് എനിക്കുള്ളത്. ഇന്ന് ആ വീട്ടിലെ 2ാമത്തെ കുട്ടിയുടെ കല്യാണമാണ് സൈന. അപ്പം സൈനയുടെ ചേച്ചി സജിനയുടെ കല്യാണം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സൈനനെ ചെയ്യാൻ എനിക്ക് ഡേറ്റ് കിട്ടണേന്ന്. ഭഗവാൻ വിചാരിച്ച് എനിക്കത് കിട്ടി. 2 കുട്ടികളെ നമ്മൾ ഒരുക്കാൻ പറ്റി. അപ്പോ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 14 തലമുറയായിട്ട് പച്ചമരുന്നിന്റെ രഹസ്യങ്ങളായിരുന്നാലും ഒരുപാട് പേർക്ക് ജീവൻ രക്ഷ കൊടുത്ത ഈ ഫാമിലിയിലെ 15ാമത്തെ തലമുറയാണ് ഈ നിൽക്കുന്ന ആള്. അപ്പൊ ഇനി നമ്മള് കുറെ വർഷങ്ങൾക്ക് ശേഷം സൈനയിൽ കൂടിയിട്ട് ആണ് നമ്മൾ ഇനി അത് കാണേണ്ടത്. അപ്പം ഓൾറെഡി ഡോക്ടറിന് മെഡിസിൻ പഠിച്ചിട്ടുണ്ട്. ഇനി അവരുടെ പാരമ്പര്യമായിട്ട് ആ വർഷങ്ങളായി വന്നിരിക്കുന്ന അടുത്ത തലമുറയിലുള്ള ആളാണ് ഞാൻ. ഇനിയും തലമുറയിൽ ഞാൻ മേക്കപ്പ് ചെയ്യാൻ പറ്റട്ടെ എനിക്ക്. അതെ, ഇനി ഇപ്പൊ ഒരാൾ ഇനി വരുമല്ലോ. അപ്പം എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്തെങ്കിലും ക്യാൻസറിന്റെയും പല രോഗങ്ങളുടെയും ചികിത്സ ഇവർക്ക് ഉണ്ട്. ഇവരുടെ വീട് എന്ന് പറയുന്നത് അട്ടപ്പാടിയിലാണ്. അപ്പം എവിടെ? വള്ളിയമ്മാൾ ഗുരുകുലം. അപ്പൊ എല്ലാത്തിനും ഡയബറ്റിക് മുതല് അങ്ങ് ക്യാൻസർ മുതല് HIV വരെ ഒരാശ്വാസ മരുന്നുകൾ ഉള്ള ഒരു കുടുംബമാണ്. അപ്പൊ അതും ഒരുപാട് പേര് അന്ന് സജനയ്ക്കയുടെ സമയത്തിന് ഒത്തിരി പേര് ഇവര് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ആൾക്കാർക്ക് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് പേരെ നിങ്ങൾ ചികിത്സിക്കാൻ പറ്റട്ടെ. അതിൽ നീ ഈ 15ാം തലമുറ എത്തുമ്പോ അത് ഇനി കൂടട്ടെ പ്രശസ്തി. താങ്ക് യു മോനെ. ഒരുപാട് താങ്ക് യു. എനിക്ക് തമിഴൊക്കെ മിക്സ് ആവുക ഞാൻ പ്രതീക്ഷിച്ച ലുക്കിനെക്കാട്ടിലും അങ്ങേയറ്റം താങ്ക് യു സോ മച്ച്.